ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള ഒരു വീടാണ്. വീട് നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയട്ടെ? എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. തേവയ്ക്കലേക്ക്, ഇടപ്പള്ളി, എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന, അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഭംഗിയുള്ള ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായി. നിങ്ങൾ വീടിന്റെ എലിവേഷൻ കാണുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 6.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിൽ ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ വെറും 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. റോഡിലൂടെ നിങ്ങൾക്ക് വാഹനങ്ങൾ പോകുന്നത് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മളുടെ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഈ വീടിന്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. വളരെ വിശാലമായ ഒരു ഏരിയയിൽ നമ്മുടെ ഈ വീട് ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന രീതിയിൽ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ആ ഒരു പൊസിഷനൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്, എടുത്തു പറയേണ്ടത് തന്നെയാണ്. റോഡിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് സൈഡിലും ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന ഡിസൈനുകൾ നോക്കുവാണെങ്കിൽ ഒറിജിനൽ ചെങ്കല്ല് തന്നെയാണ് ആ കാണുന്ന ഡിസൈനുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ സൈഡിലൂടെ പോകുന്ന മതിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയായിട്ടാണ്. സാധാരണ സൈഡ് വോളൊക്കെ നമുക്ക് എത്ര ഭംഗിയായിട്ട് ചെയ്യാറില്ല, നല്ല ഡിസൈനുകളൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും ഒക്കെ ഇട്ടാണ് സൈഡ് വോളുകളും ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡ് തന്നെ നോക്കിയാൽ കാണാം, ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വീതിയുള്ള റോഡാണ്. ഒരേ സമയത്ത് വാഹനങ്ങൾ വന്നാലും നമുക്ക് വാഹനങ്ങൾ നിർത്തിക്കൊടുത്ത് അടുത്ത വണ്ടിക്ക് പോകാനുള്ള സ്പേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. റോഡിൽ നിന്ന് സ്ലോപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, താഴേക്ക് റോഡ് പോകുന്നതാണ്. നമ്മുടെ 2018 ഫ്ലഡ് പോലും എഫക്ട് ചെയ്യാത്ത ഏരിയയാണ്. എത്ര വലിയ വെള്ളം വന്നാൽ പോലും നേരെ താഴേക്ക് സ്ലോപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഈ റോഡ് ഇരിക്കുന്നതും. വീട് നമ്മുടെ നല്ല ഹൈറ്റിലാണ് വരുന്നത്. ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ചെങ്കല്ല് തന്നെയാണ് നമുക്ക് കാണാം. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മുകളിലും സൈഡിലും താഴെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ മുകളിൽ നോക്കുവാണെങ്കിൽ ജാളി വർക്ക് വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു പുറത്തുള്ള പോർഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് മെയിൻ കാർപോർച്ച് തന്നെ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് പോളി കാർബൺ ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു മതിൽ, ഫ്രണ്ടിലെ മതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സൈഡിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പില്ലറുകളിൽ വന്നിട്ടും ചെറിയ ഭംഗിയുള്ള വൈറ്റ് കളർ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് ഗേറ്റ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. ഇത്ര വലിയ ഗേറ്റുള്ള വീടുകൾ നിങ്ങൾ കാണുന്നത് തന്നെ ചുരുക്കമാണ്. നമുക്ക് ഈ ഒരു ഇവിടെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് തുറക്കാവുന്ന ഒരു വലിയ ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനോട് കൂടി വാഹനങ്ങൾ എടുക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമുക്കറിയാം. അവിടെ തട്ടോ ഇവിടെ തട്ടോ എന്നൊക്കെ നോക്കി പേടിച്ച് വണ്ടി എടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും സുഖമായിട്ട് ഈസി ആയിട്ട് റോഡിൽ നിന്നും വാഹനം കയറ്റാനുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ മതിലും ഗേറ്റും കാർപോർച്ചും എല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നു നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കടപ്പ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഒരു വലിയ മുറ്റമാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോൺസിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഗ്രാസ് ഒക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ നമ്മുടെ അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്താൽ ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്പേസിൽ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാം, എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാറ് പാർക്ക് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഏരിയ ഉണ്ട്. 2 ചെറിയ കാറുകൾക്ക് നമുക്ക് അവിടെയും പാർക്ക് ചെയ്യാം. ടോട്ടൽ 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി
നമുക്ക് ഈ ഒരു വീട്ടില് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിലൂടെയാണ് രണ്ട് ചെറിയ കാറുകൾ ഞാൻ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഇവിടെയാണ്. ഇവിടെ എല്ലാം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പേവിംഗ് ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മതിലിന്റെ അകത്തുള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ചെറിയ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. 5 സെന്റ് ലാൻഡ് അളവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ ചുറ്റിനും സൈഡിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെ പോർഷനിലൂടെ നടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തുകൂടെ നമ്മൾ നേരെ പോകുന്നത് കിണറിന്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എലിവേഷന്റെ ഭാഗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ കിട്ടുന്നത്. കിണറിന്റെ ഒരു സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വാസ്തുപരമായിട്ടാണ് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ പോർഷൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. നേരെ റൈറ്റ് സൈഡിലേക്ക് പോരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് ആയിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണറിന്റെ സ്ഥാനം വരുന്നുണ്ട്. ഈ ഒരു വോള് കംപ്ലീറ്റ് നോക്കിയാലും കാണാം ആ ഒറിജിനൽ ചെങ്കല്ല് തന്നെയാണ് ഇവിടെയും ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കിണറിന്റെ ചുറ്റിനും നോക്കിയാൽ കാണാം നമുക്ക് നടന്നു പോകാൻ സ്പേസ് ഉണ്ട്. അതുകൂടാതെ ആ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു കിണറിന്റെ കാര്യം പറഞ്ഞു, വലിയൊരു കിണർ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ നമുക്ക് നടക്കാനുള്ള സൗകര്യത്തിന് ഹാഫ് ആക്കിയിരിക്കുന്നതാണ്. ഒറിജിനൽ ആ ഒരു എർത്തിൽ നിന്നും ഡയറക്റ്റ് വരുന്ന വാട്ടർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ചെങ്കല്ലിന്റെ വെള്ളമാണ്, നല്ല വലിയ ആഴത്തിലുള്ള കിണറുമാണ്. നമുക്ക് കിണർ കൂടാതെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഇപ്പൊ നമുക്കൊരു ബോർവെൽ അല്ലെങ്കിൽ വെൽ വാട്ടർ ഒരു ബോർവെൽ ഫെസിലിറ്റി ഇവിടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ അതിനുള്ള പെർമിഷൻ കൂടി ഓൾറെഡി ഇതിന്റെ ബിൽഡർ നേരത്തെ കൂട്ടി തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ KWയുടെ വാട്ടർ കണക്ഷൻ ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്. മൂന്നാമതായിട്ട് കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് അതും എടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വാസ്തു ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നേരെ വീടിനകത്തേക്കുള്ള കാര്യങ്ങൾ, വീടിന്റെ ദർശനം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ കിണറുണ്ട്, അത് കൂടാതെ ബോർവെല്ലിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഓപ്ഷൻ അല്ല, നമുക്ക് ഇവിടെ ഓൾറെഡി ബോർവെല്ല് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളം നമുക്കൊരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ തന്നെ ഡബിൾ ആയിട്ട് രണ്ട് രീതിയിൽ ഫിൽട്ടർ ചെയ്യാവുന്ന രീതിയിൽ ഡബിൾ ഫിൽട്ടർ സിസ്റ്റം വെച്ചിട്ടാണ് നമുക്ക് ബോർവെല്ലിന്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് വെള്ളത്തിന് നമുക്ക് മനസ്സിലായി കാണും സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കിണർ വെള്ളവും ബോർവെല്ലും അവൈലബിൾ ആണ്. ഈ മൂന്നാമതൊരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും KW കൂടെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വൈറ്റ് കളറുള്ള ടൈലും അതുപോലെ ബ്ലാക്ക് ഗ്രാനൈറ്റും ഒക്കെ ചേർത്ത് വളരെ ഭംഗിയായിട്ട് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4 5 ചെയറുകൾ ഇട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇരിക്കാൻ. മഴയുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല രസമായിരിക്കും. കാരണം നല്ല വൈഡ് ആയിട്ട് തുറന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 പീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിറ്റ് ഔട്ടിന്റെ ആ ഒരു പൊസിഷനിലൊക്കെ നല്ല രീതിയിൽ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള LED ബൾബുകളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. എടുത്തു പറയേണ്ടത് തന്നെയാണ്, വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലുള്ള ടൈലാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നേരെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഫേസ് ചെയ്തിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ അക്രിലിക് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ഒരു വാൾപേപ്പറും കൂടിയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ഭംഗിയുള്ള ഒരു ഡിസൈൻ, ചെറിയൊരു ഡിസൈൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കോർണർ സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ TV കാണാനായിട്ട് വിഷന് നല്ല രീതിയിൽ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിവിംഗ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകേണ്ടത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് പോലെ തന്നെ ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ, നമുക്ക് ഏകദേശം ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ് ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ്ങിലേക്കുള്ള നമ്മളുടെ ഒരു എയർ സർക്കുലേഷൻ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്.
വിൻഡോ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയ നോക്കിക്കോളും, ബാക്ക്ഗ്രൗണ്ടിൽ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. സൈഡിലാണെങ്കിലും മൾട്ടിവുഡിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. താഴെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ദറയുടെ യൂണിറ്റ് വന്നിട്ട് വാഷ് ബേസിൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ വന്നിട്ട് വുഡൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ട് തന്നെയാണ് ബാറുകളൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെ താഴെയുള്ള ഭാഗം നോക്കിയാൽ അവിടെ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് കബോർഡ് ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നമുക്ക് ലിവിംഗിലെ പോലെ ഭംഗിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ചെറിയൊരു പ്രൊജക്ഷൻ വർക്കും അതിനു ചുറ്റിനും LED ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് റൂഫിലെ വർക്കുകളും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ബെഡ്റൂമുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഡോർ ഞാൻ പറഞ്ഞിരുന്നു ടീക്ക് വുഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിള്, വയറിങ്, സ്വിച്ചസ് ഇതൊക്കെ നോക്കുവാണെങ്കിൽ ബിഗാർഡിന്റെയും ലെഗ്രൻഡിന്റെയും ലൂക്കറിലും ഒക്കെ ആയിട്ടാണ് ഇവൻ ബൾബുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളുടെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു വോളിന്റെ 2 സൈഡിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത വർക്കുകളൊന്നുമില്ല. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ കളറും ചെറിയൊരു വൈറ്റ് ഡിസൈനും കൂടെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ ആക്രിലിക്കോട് കൂടിയിട്ട് തന്നെയാണ് ഈ കാണുന്ന വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മിറർ ഫെസിലിറ്റി കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിനൊരു വലിയ ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ ടൈലാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ 10-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസും സൈഡിലായിട്ട് 2 ചെറിയ വിൻഡോസും ആണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ കൂടെ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ മിക്സറോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം എല്ലായിടത്തും സെയിം ആണ്. സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട 2 ബാത്റൂമുകൾ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ വന്നിട്ട് നമുക്ക് ക്ലോസ്ഡ് കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഒരു മെയിൻ ആയിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. വുഡും അതുപോലെ തന്നെ ഗ്ലാസ്സിലും വെച്ചിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കൗണ്ടർ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സൗകര്യമായിട്ടൊരു പ്രൈവസി വേണമെങ്കിൽ അതുകൊണ്ട്, കുറച്ചൊരു ഓപ്പൺ ആയിട്ട് ഇപ്പോഴത്തെ ഒരു മോഡൽ വേണമെങ്കിൽ അതുകൊണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കൗണ്ടറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലോറിന് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയായിട്ട് ഐവറി ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും 3 ലെയറുകളിൽ വളരെ സൗകര്യമായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് എല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈല് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ്. നേരെ നോക്കുമ്പോൾ 3 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഈ ഭാഗത്താണ്. പൈപ്പ് ഫിറ്റിംഗ്സ് പോലും ഇവൻ സെറ ബ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഒന്നാമത്തെ കിച്ചണിലേക്കാണ്. നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടുത്തെ സെക്കൻഡ് കിച്ചണിലേക്കാണ്. സെക്കൻഡ് കിച്ചൺ നോക്കുവാണെങ്കിൽ നല്ല സൗകര്യത്തിലാണ്. നമുക്കൊരു 3 പേർക്കൊക്കെ ഇവിടെ നിന്ന് മാനേജ് ചെയ്യാം. എക്സ്ട്രാ ഒരു ടേബിൾ ഇടണമെങ്കിൽ അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഒക്കെ എവിടെ വയ്ക്കാനാണ് നമ്മുടെ സൗകര്യപൂർവ്വം നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. ഇവിടെ ഈ മുകൾ ഭാഗത്തൊക്കെ നിറയെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ ആയിട്ട് 2 ചെറിയ കബോർഡുകളും ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ ഭംഗിയായിട്ട് താഴേക്ക് ധാരാളം കബോർഡുകൾ വരുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് അവിടെ വിരിച്ചിരിക്കുന്നത്. നല്ല സൗകര്യമായിട്ടാണ് സെക്കൻഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കിച്ചണിൽ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്ന ഓപ്പൺ സ്പേസ് ആണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ട ഏരിയ ആണ്. രണ്ട് കിച്ചണുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി വർക്ക് ഏരിയയുടെ ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്തെടുത്താൽ എക്സ്ട്രാ സ്പേസ് കിട്ടുന്നതാണ്. താഴെയുള്ള ഏകദേശം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്കിനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന സ്പേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 2 വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന വഴികളിലെല്ലാം വുഡ് ലാംപ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മളുടെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് വന്നിട്ട് നിറയെ ഓപ്പണിങ്സ് ആണ്. അതെല്ലാം തന്നെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് പെർഗോള മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. 2 ചെറിയ ബൾബുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡ് ലാംപ്സും ഇവിടെ വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് കയറി നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കിട്ടുന്നത്. വളരെ വലിയൊരു സ്പേസ് ആണ് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ റിസീവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പേസ് ഒരു വലിയ ഹാളാണ്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യത്തിന് മാത്രം, അതായത് ബോർഡർ വരുന്ന പൊസിഷനുകളിൽ മാത്രം കുറച്ച് ഗ്രാഫിക്കൽ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. എയർ ഹോൾസ് വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളും വലിയ LED ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വന്നതിന്റെ നേരെ മുകളിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ഷാൻലിയറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വലിയൊരു ഹാള് കഴിഞ്ഞാലാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ്. എങ്കിൽ പോലും TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെ അക്രിലിക്കിൽ ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വെക്കാനുള്ള ഏരിയ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചെറിയ LED ബൾബുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഏരിയയുടെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം, സിമ്പിൾ ആയിട്ട് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ സൈഡിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ വന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. അവിടുത്തെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ഡോർ വരുന്നത്. ഇത് നമ്മൾ തുറന്നു വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വളരെ വലിയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൈഡുകളെല്ലാം തന്നെ ഹാഫ് വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ആ സ്റ്റെപ്പുകൾ നോക്കിയാൽ തന്നെ കാണാം, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലെ വലിയ ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസുമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും സ്പേസുകളിലും എല്ലാം തന്നെ നമുക്ക് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ താഴേക്കട്ട ആ ഒരു സെയിം പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി മിറർ കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ താഴെ കണ്ടതുപോലെ നല്ല സൗകര്യത്തിലാണ് ഈ കാണുന്ന അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ സെറയുടെയാണ്. ടൈല് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് വരുന്നത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം കാണാനുണ്ട്. പിന്നെ നമുക്ക് ബാൽക്കണിയാണ് കാണാനുള്ളത്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയും ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്ത് കുറച്ച് പാസേജ് പോലെ വന്നിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ്സ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വാർഡ്രോബിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ബ്രൗൺ കളറിൽ കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം എല്ലായിടത്തും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡ്രോബ് ഒക്കെ വരുന്ന ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ ബാൽക്കണി കിട്ടുന്നുണ്ട്. നമ്മളുടെ വീടിന്റെ ആ ഫ്രണ്ട് റോഡാണ് ഈ കാണുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ ഭാഗത്താണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഇതൊരു ചെറിയ ബാൽക്കണിയാണ്. ഈ ഒരു ബെഡ്റൂം ഷെയർ ചെയ്യുന്നത്. മെയിൻ ബാൽക്കണി നമുക്ക് അപ്പുറത്ത് വരുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ ഡിസൈനുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് CNC കട്ടിങ് ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഈ ഒരു മെയിൻ ബാൽക്കണിയാണ്. ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ വീടിന്റെ ആ ഒരു എലിവേഷന് മാറ്റം കൂട്ടുന്ന ജാളി വർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. റൂഫിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരേക്കൊക്കെ നോക്കിയാൽ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഭംഗിയുള്ള നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അടുത്തടുത്തൊക്കെ ആയിട്ട് വീടുകളുണ്ട്. എങ്കിൽ പോലും നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു വീട് ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട മനോഹരമായ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. അതുപോലെ തന്നെ ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് ലുലു മാള്, എയർപോർട്ട് എവിടേക്ക് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് എത്താവുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ട ഒരു ട്രൂത്ത് തന്നെയാണത്. അപ്പൊ ഭംഗിയുള്ള ഈ വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ എത്താവുന്ന രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളുടെ സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തേവക്കൽ കാണുന്ന വിദ്യോദയ സ്കൂളിലേക്ക് ഈസി ആയിട്ട് എത്താം. ചാർട്ടർ സ്കൂള്, ഇന്റർനാഷണൽ പബ്ലിക് സ്കൂള് എല്ലായിടത്തേക്കും, മാർത്തോമ എല്ലാ സ്കൂൾ ബസ്സുകളും നമുക്ക് കടന്നു പോകുന്ന മെയിൻ റോഡ് തന്നെയാണ്. അപ്പൊ എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കോൺഫിഗറേഷൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കുവാണെങ്കിൽ ചെറിയ കാറുകളാണെങ്കിൽ 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വെള്ളത്തിനുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ വളരെ ആഴത്തിലുള്ള ശുദ്ധമായ വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട്, ബോർവെല്ലുണ്ട്. മൂന്നാമതൊരു ഓപ്ഷൻ കൂടെ നമുക്ക് എടുക്കാനായിട്ട് അതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. KW വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡിനടുത്ത് ഇത്രയും ഭംഗിയായ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,22,00,000 രൂപയാണ്. 1.22 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ ഈസി ആയിട്ട്, അതിനുവേണ്ടി പ്രത്യേകിച്ച് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ബാങ്കിന്റെ നോർമൽ പ്രോസസിംഗ് ചാർജ് മാത്രമാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് മറക്കണ്ട, 1,22,00,000 തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ വീടിന് പറയുന്ന പ്രൈസ് ഓണർ നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ള പ്രൈസ് ആണ്. വീട് കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളായിട്ടല്ല, വീടിന്റെ ഡയറക്റ്റ് ബിൽഡർ ആയിട്ടിരുന്ന് നിങ്ങൾക്ക് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വീട് സ്വന്തമാക്കാനുള്ള നല്ലൊരു അവസരമാണ്. മിസ്സാക്കരുത്. എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.